നിങ്ങളുടെ മുമ്പിൽ കടന്നു വരാൻ പോകുന്ന അടുത്ത അവസരം അതെന്തുമായിക്കൊള്ളട്ടെ, നിങ്ങൾ കാത്തിരുന്ന ജോലിയോ, നിങ്ങളുടെ ബാധ്യത തീർക്കുന്നൊരു വാതിലോ, നിങ്ങളെ വളരെ ഉയർത്തുന്ന ഒരു സംരംഭമോ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഏറ്റവും നല്ലത് ഇതായിരുന്നു എന്ന് നിങ്ങൾ കാത്തിരുന്ന് പ്രാപിച്ച ഒരു വലിയ നന്മയോ, ഇത്തരത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തെ കംപ്ലീറ്റ്ലി മാറ്റുന്ന ഒരു വലിയ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി നമ്മുടെ ജീവിതത്തിലേക്ക് വരികയാണ്. എന്നാൽ കയ്യെത്തും ദൂരത്തെത്തി കഴിയുമ്പോഴേ പലതും നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ള സ്ഥിതിവിശേഷം ഒരുപാട് പേരെ അലട്ടുന്നുണ്ട്. ഇനിയും ഇതുപോലെയൊന്ന് വരാതിരിക്കാൻ, ഇത്തരത്തിലൊരു നഷ്ടമുണ്ടാകാതെ നമ്മുടെ നേർക്ക് വരുന്ന ആ നന്മകളുടെ സാഹചര്യത്തെ നമ്മുടേതാക്കി തീർക്കാൻ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മളെ അത് കാര്യങ്ങൾ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ പ്രവചന ദൂത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ശക്തമേറിയ ചുവടിലേക്ക് നിങ്ങളെ സജ്ജരാക്കി അയക്കുന്ന ദൈവത്തിൻ്റെ പരിശീലന സന്ദേശമാണ്. നാം വിശ്വാസത്തോടെ ചില കാര്യങ്ങൾക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ അതൊരു തരം കാത്തിരിപ്പല്ല, വിശ്വാസം സംഭവിപ്പാൻ പോകുന്ന ഒരു വലിയ കാര്യത്തിലേക്കുള്ള ഇപ്പോൾ തന്നെയുള്ള തയ്യാറെടുപ്പാണ്. ഞാൻ അതിനെ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. പ്രതീക്ഷയോടുള്ള കാത്തിരിപ്പല്ല വിശ്വാസം, സംഭവിപ്പാൻ പോകുന്നതിലേക്ക് ഇപ്പോൾ തന്നെയുള്ള ചുവടുമാറ്റമാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ പ്രാർത്ഥനയോടും വിവേകത്തോടും നമുക്ക് കർത്താവ് ഒരുക്കിക്കൊണ്ടുവരുന്ന ആ നല്ല മാറ്റത്തിലേക്ക് ധൈര്യത്തോടെ കാൽവെക്കാം. ലോകത്തിൻ്റെ നാനാകോണുകളിൽ ഇന്നത്തെ ദൈവാലോചന കേൾക്കാൻ കാത്തിരിക്കുന്ന എല്ലാ പ്രിയ സഹോദരങ്ങളെയും യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മളുടെ ജീവിതത്തിൽ പല അവസരങ്ങളും അപ്രതീക്ഷിതമായി വരുന്നതായിട്ട് നമുക്ക് തോന്നാം. പക്ഷേ അങ്ങനല്ല. അതിൻ്റെ പുറകിൽ ദൈവത്തിൻ്റെ ഒരു കാര്യപരിപാടി ഉണ്ടെന്നുള്ളത് ഒരു വലിയ സത്യമാണ്. രണ്ടാമതായി, നമ്മൾ പോലും അറിയാതെ നമ്മൾ ചില കാര്യങ്ങളെ മാനസികമായി പ്രതീക്ഷിച്ചും ആഗ്രഹിച്ചും തുടങ്ങുമ്പോൾ നമ്മളുടെ ലൈഫിലേക്ക് അതിനെ വലിച്ചടിപ്പിക്കുന്ന ഒരു ശക്തമായിരിക്കുന്ന എനർജി ഫ്ലോ നമ്മളിൽ നിന്നും അതിലേക്ക് കടന്നു പോകുന്നുണ്ട്. നമ്മൾ ചിന്തിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കുന്നു, പ്രതീക്ഷിച്ച പോലെ അല്ലെങ്കിൽ കൂടുതൽ ഭയപ്പെട്ടതുപോലെയുള്ള സിറ്റുവേഷൻസ് വരുന്നു. ഇതൊക്കെ ഇങ്ങനെയുള്ള സംഭവ വികാസത്തിൻ്റെ ഫലമാണ്. നിങ്ങളുടെ മൈൻഡിൽ എന്താണോ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഈ ദിനങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, തീർച്ചയായും അത് നിങ്ങളുടെ അടുത്ത് വരിക തന്നെ ചെയ്യും. അങ്ങനാണെങ്കിൽ ആഗ്രഹിച്ചിരുന്നൊരു കാര്യം എൻ്റെ കൺമുമ്പിൽ വരുന്നു എന്ന് പറയുമ്പോൾ അത് അപ്രതീക്ഷിതമായി സംഭവിക്കുന്നതല്ല. നിങ്ങൾ പോലും അറിയാതെ അതെന്നിലേക്ക് വരട്ടെ എന്നുള്ള നിർദ്ദേശം നിങ്ങളിങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നതിനാലാണ് അത് നിങ്ങളുടെ അരികിലേക്ക് വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ എന്താണോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ ചിന്തയ്ക്ക് ആനുപാതികമായിരിക്കുന്ന ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റിമറിക്കാനായി നിങ്ങളോട് അടുത്തടുത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. നിങ്ങളിപ്പോൾ പ്രതീക്ഷിക്കുന്നത് നല്ലതാണേലും തീയതാണേലും, പോസിറ്റീവ് ആണേലും നെഗറ്റീവ് ആണേലും നിങ്ങളുടെ അടുത്ത് അത് സഞ്ചാരിയായി വരും. അതുകൊണ്ട് ഏറ്റവും നല്ലത് പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കുക. നല്ലത് അടുത്ത് വരുമ്പോൾ അതിൻ്റെ പുറകിൽ ദൈവത്തിൻ്റെ ഒരു കാര്യപരിപാടി ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ വിതയ്ക്കുന്ന ചിന്തകളുടെ ഇൻവോൾവ്മെൻറ്റും അതിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ട് തൊട്ടു മുമ്പിൽ വരുന്ന സിറ്റുവേഷൻസ് എല്ലാം തന്നെ നമ്മൾ ഒരുങ്ങിയിരിക്കുന്നതിൻ്റെ തന്നെ പരിണിത ഫലമാണ്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അതിനെ വരവേൽക്കാൻ തയ്യാറായി കഴിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് അത് നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. സോ കാര്യങ്ങൾ ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ തൊട്ടു മുൻപിലേക്ക് കയറി വരുന്ന ആ അവസരത്തെ നമ്മുടേതാക്കി തീർക്കാൻ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു. നിങ്ങളൊരു ജോലിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ ഭാഗ്യ പദവിയിലേക്ക് കാലെടുത്ത് വെക്കുവാൻ നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടതായ യോഗ്യതകൾ തെളിയിക്കുന്ന എല്ലാ റെസ്യൂമേയും സർട്ടിഫിക്കറ്റുകളും മറ്റ് കാര്യാദികളും എല്ലാം നിങ്ങൾ സംവിധാനം ചെയ്ത് വെച്ചുകൊള്ളുക. നിങ്ങൾ പോകുവാനും എത്തുവാനും ആഗ്രഹിക്കുന്ന പദവിക്ക് ആനുപാതികമായുള്ള ഈ കാലഘട്ടത്തിൻ്റെ അപ്ഡേഷൻസ് എല്ലാം നിങ്ങൾ ആർജിച്ചു തുടങ്ങുക. നിങ്ങൾ ആയിരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട് തന്നെ മുൻകൂട്ടി ആ കാര്യങ്ങൾക്ക് വേണ്ടി പ്രിപ്പറേഷൻ തുടങ്ങണമെന്ന് കർത്താവ് നിങ്ങളോട് പറയുന്നു. കാരണം അത് വരാൻ പോവുകയാണ്. യേശു എപ്പോഴാണ് പത്രോസിൻ്റെ പടകിലേക്ക് വന്നത്? എപ്പോഴാണ് അയാൾക്ക് അത്ഭുതകരമായ മീൻകൂട്ടത്തെ കിട്ടിയത്? അയാൾ പ്രവർത്തിച്ചു കൊണ്ടേയിരുന്നു. ഉത്തരം കിട്ടിയിരുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിൽ കൂടിയും അയാൾ ആ ആക്ടിവിറ്റിയിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ ചിന്തകളിലേക്ക് ദൈവം വരുന്നതും നമ്മുടെ പ്രവർത്തന മേഖലകളിലേക്ക് ദൈവം വരുന്നതും
നാം ചില കാര്യങ്ങളിൽ റിസൾട്ട് ഉണ്ടെങ്കിലും ഇല്ലേലും കണ്ടിന്യൂസ് ആയി അതിൽ ഇൻവോൾവ് ആയിരിക്കുമ്പോഴാണ്. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ ഈ കഴിഞ്ഞ നാളുകളിൽ എന്തിലായിരുന്നോ അതിൻ്റെ അകത്ത് ഒരു മാറ്റം സൃഷ്ടിപ്പാൻ ദൈവം നിങ്ങളുടെ ജീവിത തീരങ്ങളിലേക്ക് ഇന്ന് പുലരിയിൽ എത്താൻ പോവുകയാണ്. അപ്പോൾ പ്രതീക്ഷിച്ചതുപോലെയുള്ള ഒരു സുവർണ അവസരം എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് ഒരുക്കിക്കൊണ്ടുവരുന്നു എന്നുള്ള തിരിച്ചറിവാണ് ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് പങ്കുവെക്കുവാനായി എൻ്റെ കരങ്ങളിൽ ആദ്യമേ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. സന്തോഷത്തോടുകൂടെ കർത്താവിന് സ്തോത്രം ചെയ്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തോട് സമീപിക്കുന്ന ആ നന്മയുടെ ചാലുകളെ സ്വന്തമാക്കാൻ ഒരു കാരണവശാലും അത് കൈവിട്ടു പോകാതെ നമ്മുടേതാക്കി തീർക്കുവാൻ വേണ്ട എല്ലാ മുൻകരുതലുകളും എടുക്കുക. നിങ്ങൾക്ക് ദൈവം നൽകിയിരിക്കുന്ന ഭാഷാപരമായ പ്രാവീണ്യങ്ങൾ, നിങ്ങളുടെ സ്കില്ലുകൾ, ഇതിനെയെല്ലാം നിങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണത്തിൻ്റെ ഫലപ്രാപ്തിയിലേക്ക് കൈവെക്കാൻ തുടങ്ങുന്ന ആ നിമിഷം നിങ്ങളോടുകൂടെ കുതിക്കുവാൻ അതെല്ലാം സജ്ജമായി നിൽക്കത്തക്ക വിധം എല്ലാറ്റിനെയും പൊടി തട്ടിയെടുത്ത് നന്നായിട്ട് പോളിഷ് ചെയ്ത് സെറ്റാക്കി വെക്കുക. യഹോവയെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. ഇസ്രായേലിൻ്റെ ഗോത്രസംഖ്യയ്ക്കൊത്ത വിധം 12 കല്ലുകൾ അടുക്കി വെച്ച് വിറക് കീറി അതിന് മേൽ യാഗമൃഗത്തെയും വെച്ച് അവസാനമായി ദൈവത്തോട് പ്രാർത്ഥിച്ച ഏലിയാവിനെ പോലെ കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്ത ശേഷം ഒരു ദൈവപ്രവൃത്തിക്കായിട്ട് ഈ ദിനങ്ങളിൽ നിങ്ങൾ വെയിറ്റ് ചെയ്തുകൊള്ളുക. നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങളുടെ കരങ്ങളിൽ അത്ഭുതകരമാം വിധം എത്തിച്ചേരാൻ പോവുകയാണ്. ഇനി ഒരിക്കൽ കൂടെ നിന്റെ കയ്യിൽ നിന്നത് സ്കിപ്പായി പോകാതെ നീ അതിനെ മുറുകെ പിടിച്ചുകൊള്ളണം. കർത്താവ് അതിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നു, വിശ്വാസം ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ നിശ്ചയമാണെന്ന്. ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ഒരു തരം മെൻ്റൽ റിഹേഴ്സലാണ്. അങ്ങനെയാണെങ്കിൽ വിശ്വാസം എന്ന് പറയുന്നത് ഒരു മെൻ്റൽ റിഹേഴ്സൽ തന്നെയാണ്. ഭൗതിക ലോകത്ത് നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കാൻ പോകുന്ന യാഥാർത്ഥമായ കാര്യങ്ങൾ അത് ഫിസിക്കലി രൂപപ്പെടുന്നതിന് മുൻപ് തന്നെ മെൻ്റലി നമ്മൾ അതിനെ എക്സ്പീരിയൻസ് ചെയ്തു തുടങ്ങുന്ന ഒരു പ്രത്യേകമായ അനുഭവം. അതാണ് സത്യത്തിൽ വിശ്വാസം എന്ന് പറയുന്നത്. അത് ആത്മാവിൻ്റെ കണ്ണുകളാണ്. നാളെ ഭൗതിക ലോകത്ത് നമ്മുടെ കണ്ണിന് മുമ്പിൽ കാണാൻ പോകുന്ന കാഴ്ചകൾ ഇപ്പോൾ മുതൽ നാം അനുഭവിച്ചും പരിശീലിച്ചും തുടങ്ങുന്ന ഒരു പ്രത്യേകമായ മാനസിക അവസ്ഥ തന്നെയാണ്. അപ്പോൾ ഒരു മെൻ്റൽ റിഹേഴ്സൽ എന്ന് പറയുന്ന കാര്യം പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നുണ്ട്. ലോകത്തെ വലിയ വലിയ കണ്ടുപിടുത്തങ്ങളുടെയും മികച്ച ആശയങ്ങളുടെയും എല്ലാം പുറകിൽ പ്രവർത്തിച്ചത് മനുഷ്യൻ്റെ കൈകളായിരുന്നില്ല, മനുഷ്യൻ്റെ തലച്ചോറായിരുന്നു. ഏറ്റവും വലിയ കാര്യങ്ങൾ സംഭവിച്ചതെല്ലാം മാനുഷിക ബുദ്ധി കേന്ദ്രങ്ങളിൽ തന്നെയാണ്. ബുദ്ധി രൂപപ്പെടുത്തിയതെയാണ് കൈകൾ പണിത് പുറത്തു കൊണ്ടുവന്നത്. ബുദ്ധി പേരിട്ടതിനെയാണ് നാവ് പേര് വിളിച്ചത്. അതുകൊണ്ട് നിങ്ങളോട് ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിൽ ഞാൻ പറയട്ടെ, നിങ്ങളുടെ ചിന്താമണ്ഡലം വെറുതെ ദൈവം നട്ടതല്ല. അത് മനോഹരമായ ഫലവൃക്ഷങ്ങളും സുന്ദരങ്ങളായ പൂക്കളാലും നിറയപ്പെട്ട ദൈവത്തിൻ്റെ ഉദ്യാനം തന്നെയാണ്. അതിനകത്ത് നിങ്ങൾക്ക് വേണ്ടതായ വിലപിടിപ്പുള്ളതെല്ലാം ദൈവം രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. സോ പുറമേ മാറ്റങ്ങൾ ഇപ്പോൾ കാണുന്നില്ല എങ്കിൽ പോലും മാനസിക തലത്തിൽ നീ ഇന്ന് തന്നെ ഒരു രാജാവായി തീരണം. ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാനായ മന്ത്രിയെപ്പോലെ ആലോചനകൾ രൂപപ്പെടുത്തി തുടങ്ങണം. വിജ്ഞാനമായിരിക്കുന്ന ചിന്താശേഷിയിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുടെ ഉത്തരത്തെ ചിട്ടപ്പെടുത്തിയെടുക്കുന്ന ആ മൈൻഡ് ഗെയിമിൽ നിങ്ങൾ ഇന്ന് ഏറ്റവും നല്ലൊരു ഗ്രാൻഡ് മാസ്റ്ററെ പോലെ കളിക്കണം. കർത്താവ് നിങ്ങളോട് പറയുന്നത് ബുദ്ധിയിൽ നീ ശിശു ആകരുതെന്ന് തന്നെയാണ്. ഇന്നത്തെ ദൈവാലോചന കേൾക്കുന്നവരോട് പരിശുദ്ധാത്മാവിൽ എനിക്ക് അതുകൊണ്ട് വ്യക്തമായിട്ടൊരു കാര്യം പറയാനുണ്ട്. നിങ്ങളുടെ മുമ്പിൽ ഭവിക്കാൻ പോകുന്ന അവസരങ്ങളുടെയും പദവികളുടെയും ഭാവിയുടെയും ഉയർച്ചയുടെയും നന്മയുടെയും എല്ലാം തൊട്ടുപുറകിൽ നിങ്ങൾ പ്രിപ്പയർഡ് ആകേണ്ടത് മാനസികമായിട്ടാണ്. 1 തവണ, 2 തവണ, 3 തവണ, 4 തവണ, 5 തവണ, 70 തവണ, 150 തവണ ഒരേ കാര്യം തന്നെയും പിന്നെയും കൂടുതൽ 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 വ്യക്തതയോടുകൂടെ തന്നെ ചിന്തിച്ച് 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 രൂപപ്പെടുത്തി അതിനകത്ത് ഏറ്റവും നന്നായിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്തു തുടങ്ങിയാട്ടെ. ഏറ്റവും നല്ല നിലയിൽ ഒരു മെൻ്റൽ റിഹേഴ്സൽ നിങ്ങളുടെ മനസ്സിൽ നിന്നും ഇന്ന് പുറത്തു വന്നേ മതിയാകുകയുള്ളൂ. പഴുതുകൾ അടച്ച് എല്ലാ ലൂപ്പോളുകളും കൃത്യമാം വിധം കണ്ടെത്തി
വഴുതിപ്പോകാനുള്ള ചോദ്യങ്ങളുടെയും സാഹചര്യങ്ങളുടെയും അവസ്ഥകളുടെയും പിന്നിലെ സകലവിധമായിരിക്കുന്ന നമ്മളെ വലയ്ക്കുന്ന മേഖലകൾക്കും പോംവഴികൾ നേരത്തെ തന്നെ സൃഷ്ടിച്ചുകൊണ്ട് നിങ്ങളുടെ കർമ്മ മേഖലയിൽ നിങ്ങൾ ജാഗരൂകനായി തന്നെ കാത്തിരിക്കുക. ചിലന്തി വല നെയ്ത് മാറിയിരിക്കുന്ന പോലെ ചിന്താമണ്ഡലത്തിൽ കാര്യങ്ങൾ കാലേക്കൂട്ടി ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ വേണമെങ്കിൽ അല്പനേരം റെസ്റ്റ് ചെയ്തോളൂ. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ അതിന് മുന്നവേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങൾക്ക് നൽകുന്ന ആലോചനയുടെ ഈ സമയത്ത് കൃത്യമാംവിധം എനിക്കിനി എന്നാ ചെയ്യണമെന്നറിയത്തില്ല, അയ്യോ ഞാൻ എന്ത് ചെയ്യും, ഇങ്ങനെയൊക്കെയുള്ള ദുഃഖങ്ങൾക്കും സമ്മർദ്ദങ്ങൾക്കും വിധേയപ്പെട്ട് നിങ്ങളുടെ ഏറ്റവും ഫലകരമായ സമയത്തിൻ്റെ തൊട്ടു മുമ്പിൽ നിങ്ങളില്ലാതൊന്ന് ക്വിറ്റ് ചെയ്യരുത്. മുന്നോട്ടേക്ക് തന്നെ പവർഫുള്ളായി ചുവടുവെക്കാൻ തയ്യാറാകണം. 100 തവണ നിങ്ങൾ ഒരേ കാര്യം മനസ്സിൽ പിന്നെയും 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 ചിന്തിച്ച് 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 മൂർച്ച കൂട്ടി രാഗി അതിനെ ഏറ്റവും ഷാർപ്പനാക്കി വെക്കണം. നിങ്ങളുടെ അവസരത്തിൽ നിങ്ങൾ തൊടുക്കാനായി എഴുന്നേൽക്കുമ്പോൾ തന്നെ ആ ഇര വീണിരിക്കണം. ദൈവം നിങ്ങളെ അതിനുവേണ്ടി ഒരുക്കാൻ പോവുകയാണ്. അപ്പോൾ വിശ്വാസം ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ നിശ്ചയമാണെങ്കിൽ ആ നിശ്ചയ ഭൂമിക്കകത്ത് വിശ്വാസം നിങ്ങളെ മെൻ്റലി റിഹേഴ്സൽ ചെയ്യാൻ ക്ഷണിക്കുന്നുണ്ട്. ചെല്ലുക. ഏറ്റവും നല്ല പരിശീലകൻ ഫെയ്ത്ത് തന്നെയാണ്. ദൈവത്തിലുള്ള വിശ്വാസമാണ് ഈ ലോകത്തിലെ ഏറ്റവും നല്ല പരിശീലകൻ, ഏറ്റവും നല്ല ഗുരുനാഥൻ അദ്ദേഹമാണ്. നിങ്ങളെ പഠിപ്പിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെയില്ലാത്ത സാധ്യതകളെ അദ്ദേഹം പുറത്തെടുക്കും. ഏറ്റവും നല്ല കോച്ചായിട്ട് നിങ്ങളുടെ ഈ ജീവിത യുദ്ധഭൂമിയിൽ, നിങ്ങളുടെ ഈ ഒരു ഗോഥയിൽ നിങ്ങളെ നന്നായി അദ്ദേഹം ട്രെയിൻ ചെയ്യും. സോ സമയം മെനക്കെടുത്തണ്ട. വരാൻ പോകുന്ന അടുത്ത ചാൻസ് നിങ്ങളുടേതായി തീരട്ടെ. നിങ്ങളുടെ മെൻ്റൽ റിഹേഴ്സൽ പ്രാർത്ഥനയോടുകൂടെ ആരംഭിക്കുക. വിശ്വാസത്താൽ എഴുതി തുടങ്ങുക, കാര്യങ്ങൾ കണ്ടു തുടങ്ങുക. വിശ്വാസം നമ്മളെ പരിശീലിപ്പിച്ച് തുടങ്ങിക്കഴിയുമ്പോൾ അത് നമ്മളെ ചില കാര്യങ്ങൾ പഠിപ്പിക്കും. ഒന്നാമതായി, എല്ലാം വിശ്വാസമല്ല. വിശ്വാസം അകത്ത് മതി, പുറത്ത് ആ വിശ്വാസം ഉള്ളിലുള്ളവൻ്റെ അകത്ത് കയറിക്കൂടിയിരിക്കുന്ന മഹാധൈര്യം വെളിയിലോട്ട് ഇറങ്ങാൻ തുടങ്ങും. അതെങ്ങനെയാണ്? എല്ലാ വിധത്തിലും ആ വ്യക്തി സജ്ജനായിരിക്കും. മാനസികമായി കാര്യങ്ങൾക്ക് വേണ്ടി വ്യക്തമാം വിധം ഒരുങ്ങി ചുവടുവെക്കാൻ തയ്യാറായി കഴിഞ്ഞിരിക്കും. ഒരു ചെറിയ അവസരമെങ്കിലും കണ്ണിൻ്റെ മുമ്പിൽ വന്നാൽ അതിനെ തൻ്റെ ജീവിതത്തിലെ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റാൻ തക്ക വിധമുള്ള എല്ലാ പ്രഹരശേഷിയോടും കൂടെ അതിനെ നേരെ ചാടി വീഴും. ഓ അത് പോട്ടെ, അടുത്തത്. നോ, അങ്ങനല്ല. ലഭിച്ചത് ചെറുതാകിലും വലുതാകിലും കിട്ടിയ അവസരത്തെ മുതലാക്കുന്ന ഒരു മനുഷ്യനായി അങ്ങനെയുള്ള വ്യക്തികൾ ജീവിതവേദിയിൽ മിടുമിടുക്കന്മാരായി അറിയപ്പെടും. മാനസിക സജ്ജീകരണം, കഴിവുകളുടെ തയ്യാറെടുപ്പ്, അവസരങ്ങൾ തിരിച്ചറിയാനുള്ള വിശേഷമായ ബുദ്ധി, അതിനോടൊപ്പം തന്നെ സ്വയമായിട്ടുള്ളൊരു ആത്മവിശ്വാസം, ഈ കാര്യങ്ങളെല്ലാം വിശ്വാസം നിങ്ങളെ പരിശീലിപ്പിക്കുന്ന ആ റിഹേഴ്സൽ ക്യാമ്പിൽ വെച്ച് നിങ്ങൾ ആർജിക്കും. നാളെ വരാൻ പോകുന്ന ഒരു ഇൻ്റർവ്യൂവോ അടുത്ത 2-3 ആഴ്ചയ്ക്ക് ശേഷം നീ എഴുതാൻ പോകുന്ന പരീക്ഷയോ അതല്ല നിങ്ങളുടെ വിധിയെ നിർണയിക്കുന്നത് എന്ന് പ്രത്യേകം തിരിച്ചറിയുക. ഇന്ന് രാവിലെ നീ കേൾക്കുന്ന ഈ ദൂതിന് ശേഷം നീ എന്ത് ചെയ്യാൻ പോകുന്നു എന്നതാണ് നിങ്ങളുടെ ഭാവിയെ, വിധിയെ നിർണയിപ്പാൻ പോകുന്നത്. നിങ്ങൾക്ക് ദരിദ്രനായി ജീവിക്കാം. പൂർവിക ശാപങ്ങൾ കൊടികുത്തി വാഴുന്ന ഈ ജീവിതവേദിയിൽ നിങ്ങൾക്ക് അതിൻ്റെ ഇരയായി വേണമെങ്കിൽ കിടന്നൊരു കൃമിയെ പോലെ നശിക്കാം. പക്ഷേ എനിക്കതിന് സാധ്യമല്ല, ഞാൻ അതിന് തയ്യാറല്ല എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ ഒരു ശലഭത്തെ പോലെ പറന്നുയരാനുള്ള 2 ചിറകുകൾ ഏത് പുഴുവിനും കാലം വെച്ചു കൊടുക്കും. നിങ്ങൾ അതിനാൽ പറന്നുയർന്നാൽ അടുത്ത ആകാശം നിങ്ങളുടേതായിരിക്കും. നിങ്ങൾ ഹീനമായ സാഹചര്യങ്ങളിൽ നിന്നും മനോഹരമായ പൂക്കളുടെ ഇതളുകളിലേക്ക് സ്ഥാനം മാറ്റം വന്ന ജീവിതത്തിൻ്റെ അവകാശികളായി മാറും. ഈ മാറ്റം നിങ്ങൾക്ക് ദൈവം വെച്ചിരിക്കുന്നതാണ്. വിധി മറ്റാരുടെയും കൈകളിലല്ല. നിങ്ങളുടെ ഭാവി വേറെ എവിടെയോ എഴുതി വയ്ക്കപ്പെട്ടിട്ടില്ല. നിങ്ങൾ അറിയണം, ദൈവം അത് നിങ്ങളുടെ മുമ്പിൽ തുറന്ന പുസ്തകം പോലെ ഇന്ന് വായിക്കുകയാണ്. നിനക്കതിനകത്ത് ഏറ്റവും മഹത്തരമാം വിധം കാണാൻ കഴിയുന്നതെല്ലാം നിൻ്റേതും മാത്രമാണ്. ഇത് വേറെ ആരെയും ദൈവം ഏൽപ്പിച്ചിട്ടില്ല, നിൻ്റേതും മാത്രമാണ്. എൻ്റെ ജീവിതം, മറ്റാർക്കും അവകാശമില്ലാത്ത എൻ്റെ മാത്രം ജീവിതം, ഞാനിത് സന്തോഷത്തോടുകൂടെ ജീവിക്കും, ഞാനിത് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ള നിലപാടോടെ നിങ്ങളുടെ മുന്നേറ്റത്തിന് വേണ്ടി ഇന്ന് അരമുറുക്കി എഴുന്നേൽക്കുക.
തൻ്റെ ശക്തി കൊണ്ട് എൻ്റെ അരമുറുക്കുകയും എൻ്റെ വഴികളിൽ, എൻ്റെ പാതകളിൽ എൻ്റെ കുറവ് തീർത്തു തരികയും ചെയ്യുന്ന യഹോവ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ദൈവം നമ്മളെ ബലപ്പെടുത്തി കഴിഞ്ഞാൽ ഏത് പടക്കൂട്ടങ്ങൾക്ക് നേരെയും നമുക്ക് പാഞ്ഞു ചെല്ലാൻ കഴിയും. നമ്മുടെ മുമ്പിലെ ഏത് വൻമതിലുകളും നമുക്ക് ചാടിക്കടക്കാൻ കഴിയും. ഇന്നത്തെ ഈ ദിവസം ദൈവം നിങ്ങളോട് പറയുന്ന വാക്കുകൾ അത്യുജ്വലമായതാണ്. നിങ്ങളിതൊരു 1000 തവണ നിങ്ങളുടെ ജീവിത വഴികളിൽ കേട്ടിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത്രത്തോളം ശ്രേഷ്ഠമായത് പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു. നിന്റെ മുമ്പിൽ ഭവിപ്പാൻ പോകുന്നതും നിസ്സാര കാര്യങ്ങളല്ല, വൻ കാര്യങ്ങൾ തന്നെയാണ്. 1-2 കാര്യങ്ങളിലൂടെ ഞാൻ പറയട്ടെ. ഈ നിമിഷം മുതൽ നിനക്ക് ദൈവം നൽകാൻ പോകുന്ന അടുത്ത അവസരം നിൻ്റേതായി തീർന്നാൽ എങ്ങനെ നീ പ്രയോജനമുള്ളവനായി മാറുമോ, അത് നിന്റെ ജീവിതത്തിന് എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കുമോ, അത് മുൻകൂട്ടി ഭാവനയിൽ കണ്ട് വളരെ കോൺഫിഡൻസോടുകൂടെ ഇപ്പോൾ മുതൽ സംസാരിച്ചു തുടങ്ങുക. നിങ്ങളുടെ വോയിസിൻ്റെ പാറ്റേൺ നിങ്ങൾ ചേഞ്ച് ചെയ്യുക. നിങ്ങളുടെ ഡ്രസ് കോഡ് നിങ്ങൾ മാറ്റുക. മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്ത് വിചാരിക്കുമെന്നുള്ള ചിന്തയെ നിങ്ങളെടുത്ത് കളയുക. നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയതെന്തോ അത് നിങ്ങൾ ആയിത്തീരുക. നിങ്ങളത് ധരിക്കുക. നിങ്ങൾ അതുപോലെ മുന്നോട്ടേക്ക് സ്റ്റെപ്പ് വെക്കുക. ദൈവമാണ് നിങ്ങളുടെ കാര്യങ്ങളെ ക്രമീകരിക്കുന്നത്. ഇടവും വലവുമുള്ള അഭിപ്രായങ്ങൾ കേൾക്കുക എന്നത് ഇനി നിങ്ങളുടെ ജോലിയല്ല. ഇത്രയും കാലം നിങ്ങൾ ആയിരുന്ന ജീവിത വേദിയിൽ ഇവരൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെ ആരുടെയും വാക്കുകൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റവും വരുത്താൻ കഴിഞ്ഞില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വാക്ക് നിന്നെ മാറ്റുന്നതാണ്. നീ ഇത് കേൾക്കുക, അനുസരിക്കുക. നമുക്കൊരു മാറ്റത്തിന് വിധേയരായി കഴിഞ്ഞ ശേഷം, സന്തോഷത്തിൻ്റെ ഒരു പുഞ്ചിരി മുഖത്ത് പിടിച്ചെടുത്ത ശേഷം, ആ ചിരി ആരാലും മായ്ക്കാൻ കഴിയത്തില്ല എന്ന നിലയിൽ നിശ്ചയദാർഢ്യവും 100% ബോധ്യവും നമുക്ക് പ്രാപിച്ച ശേഷം നമുക്ക് ഈ കരച്ചിലിൻ്റെ സാഹചര്യത്തിലേക്ക് തിരിച്ചു വരാം. അതുവരെ നമുക്കിതിനകത്തു നിന്നും ഒരവധിയെടുത്ത് ജീവിതവേദിയുടെ അടുത്ത പാറ്റേണിലേക്ക് കയറാൻ വേണ്ടി പുറത്തു പോകാം. നിങ്ങളോട് ഇന്ന് രാവിലെ ദൈവാത്മാവിൽ ഞാൻ പറയുന്നു, ദൈവം ഒരുക്കിയ മനുഷ്യരൊക്കെയും അവരായിരുന്ന സാഹചര്യങ്ങളിൽ നിന്ന് പുതുതൊന്നിലേക്ക് രൂപപ്പെടുവാൻ വേണ്ടി ഒരു ഇടവേള എടുത്തു പോയവരാണ്. 3.5 വർഷത്തെ ഒരു ഗ്യാപ്പിന് ശേഷമാണ് സാധാരണക്കാരായ മനുഷ്യർ അപ്പോസ്തലന്മാരായി മാറിയത്. സാധാരണക്കാരനായ ഒരു സാവുൾ അപ്പോസ്തലനായ പൗലോസായതും അതിനുശേഷമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ടൈം ദൈവം വെച്ചിട്ടുണ്ട്. ഈ രൂപാന്തരീകരണ യാത്രയ്ക്ക് ഒരുപക്ഷെ ഒരുപാട് കാലങ്ങൾ വേണ്ടി വരില്ല. 1-2 ദിവസങ്ങൾ മതിയായിരിക്കും. ചിലർക്ക് മിനിറ്റുകളോ മണിക്കൂറുകളോ മതിയായിരിക്കും. നിങ്ങളുടെ എബിലിറ്റിക്ക് അനുസൃതമായി ദൈവം അതിൻ്റെ തോതിനെ പല വിധത്തിലാണ് ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ അതിനകത്തൂടെ ആ പ്രോസസ്സിലൂടെ കടന്നു പോകണമെന്നത് ദൈവത്തിൻ്റെ നിശ്ചയമാണ്. എന്നെ ഉയർത്തുവാനുള്ള സമയത്തിലേക്ക് ഞാൻ ഒരുക്കപ്പെടുകയാണ്. എൻ്റെ ഏറ്റവും മികച്ച ജീവിത ചുവടുവെപ്പിലേക്ക് ഞാൻ എൻ്റെ കാലുകളിൽ ബൂട്ടണിയുകയാണ്. ഈ ചിന്ത മാത്രം മതി നിങ്ങളുടെ മുമ്പിൽ. ദുഃഖങ്ങൾ, പ്രശ്നങ്ങൾ, നിരാശകൾ, ഏത് കാര്യത്തിനിറങ്ങുമ്പോഴും ഈ 3 ശത്രുക്കൾ നമ്മുടെ മുമ്പിൽ വരും. കുറേ ദുഃഖങ്ങൾ, കുറേ സാഹചര്യങ്ങളിലെ വേദനകൾ, കുറേ സങ്കടങ്ങൾ, പലതും ഇല്ലാത്തതിൻ്റെ പേരിലുള്ള നിരാശകൾ. ദുഃഖം മാറിയിട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. വേദന തീർന്നിട്ടൊരു കാലം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ പോയാൽ വരില്ല. നിരാശയ്ക്ക് ഉത്തരം നൽകുവാൻ തൽക്കാലം നമുക്ക് നേരമില്ല. അത് അതിൻ്റെ വഴിയിൽ കിടക്കട്ടെ. യേശു ഒരിക്കൽ ഒരു ചെറുപ്പക്കാരനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. ഉടനെ അവൻ പറഞ്ഞു, എനിക്ക് എൻ്റെ അപ്പനെയും അമ്മയും പോയി അടക്കുവാൻ അവസരം തരണം. ഉടനെ യേശു അവനൊരു വാക്ക് പറഞ്ഞു, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ, നീ വന്നെന്നെ അനുഗമിക്കുക. അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കരമായ മനസാക്ഷിയില്ലാത്തൊരു വാക്കായിട്ട് തോന്നും. നോ, അതല്ല അതിൻ്റെ അർത്ഥം. ആ വാക്കിൻ്റെ അർത്ഥം ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. സാഹചര്യങ്ങളുടെ വൈഷമ്യതകൾ, വികാരപരമായിരിക്കുന്ന പ്രക്ഷോഭങ്ങൾ, ഇതൊക്കെ നമ്മളുടെ നല്ല ചുവടുവെപ്പിന് മുമ്പ് നമ്മളോട് വേട്ടയാടാൻ വരും, പോരാടാൻ ഇറങ്ങും. അതിനെ തൃണവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് നീങ്ങുന്നവന് മാത്രമാണ് അവസരങ്ങൾ മുതൽക്കൂട്ടായിത്തീരുന്നത്. അടുത്തതായി ദൈവം എന്തോ വലുതൊന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ കൈവിട്ടു പോകാതെ അതിനെ മികച്ചതാക്കി തീർക്കാൻ ഈ പാഠങ്ങൾ പരിശുദ്ധാത്മാവ് നിനക്ക് പറഞ്ഞു തരുന്നു. ലോകത്ത് നിങ്ങൾ ജനിച്ച ശേഷം ഒരുപക്ഷെ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കാം ഇത് കേൾക്കുന്നത്. ഈ കേൾവി നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ പിതാവേ, ഞങ്ങളോട് സംസാരിച്ച വചനങ്ങൾ നിമിത്തമുള്ള വിശുദ്ധി ഞങ്ങൾ സ്വീകരിക്കുന്നു. ഈ തിരുവെഴുത്തിൻ്റെ ഉള്ളിൽ ദൈവം ഞങ്ങളോട് ഇടപെട്ട കാര്യങ്ങൾ ഒരുപാടാണ്. നാഥ, ഒരു ചാൻസ് ദൈവത്താൽ ഒരുക്കപ്പെട്ടു വരുമ്പോൾ പലരും അത് തിരിച്ചറിയാതെ
ഒന്നുമായിട്ടില്ല, ഒന്നും വന്നില്ല എന്ന നിലയിൽ പിറുപിറുക്കുകയും സ്വയം സങ്കടപ്പെടുകയും ചെയ്യുമ്പോൾ, കൈപ്പത്തിയോളം വലിപ്പത്തിലൊരു മേഘമാണേലും ഞാൻ കണ്ടിട്ടേ എൻ്റെ പ്രാർത്ഥന നിർത്തുകയുള്ളൂ എന്ന് തീരുമാനിച്ച വീരനായ വിശ്വാസ മനുഷ്യനെ പോലെ ഞങ്ങളും ദൈവത്തിൻ്റെ മുമ്പിൽ ഒരവസരത്തിന് വേണ്ടി ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഏറ്റവും നല്ലതിന് വേണ്ടി ഞങ്ങൾ പ്രിപ്പയർഡായി ദൈവസന്നിധിയിൽ നിൽക്കട്ടെ. ഏറ്റവും ശക്തമേറിയത് ഞങ്ങളുടെ ലൈഫിലേക്ക് ഒരുക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ധാരാളമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ശുശ്രൂഷ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വിലപിടിപ്പുള്ള വാക്കുകൾ മറ്റെങ്ങൊന്നും നിങ്ങൾക്ക് കിട്ടില്ല, ഇതിവിടെ മാത്രമേ ഉള്ളൂ. 2, ഈ ദൈവശക്തി എന്നും നിങ്ങൾക്ക് അനുഭവിക്കാൻ ഈ ചാനലും എൻ്റെ വീഡിയോകളുടെ കേൾവിയും കാഴ്ചയും നിങ്ങളെ സഹായിക്കും. കോട്ടയത്ത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഹാളിൽ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ച് എന്ന നമ്മുടെ ആത്മീക സ്ഥാപനത്തിൻ്റെ ശുശ്രൂഷകൾ നടക്കുന്നുണ്ട്. എല്ലാ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും. ഞാൻ നിങ്ങളെ അതിലേക്ക് ക്ഷണിക്കുന്നു. നിങ്ങൾ വന്നാൽ നിങ്ങളുടെ ജീവിതത്തെ മാറ്റുന്ന കാര്യം ഞാൻ ഏറ്റു. അതുകൊണ്ട് ധൈര്യത്തോടുകൂടെ നിങ്ങളുടെ തീരുമാനങ്ങൾക്കായി ഇറങ്ങുക. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും യേശുക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.